തിരുവനന്തപുരം കാട്ടാക്കടയിൽ CPM അധിക്ഷേപത്തിൽ മനം നൊന്ത് ജീവനൊടുക്കിയ പഞ്ചായത്ത് അംഗം ശ്രീജയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ശ്രീജയ്ക്കെതിരെ CPM രാഷ്ട്രീയ സമരം സംഘടിപ്പിച്ചതിന് പിന്നാലെയാണ് ആത്മഹത്യ. കൊള്ളക്കാരിയെന്ന് ആക്ഷേപിച്ച് ഫ്ലെക്സ് ബോർഡ് വയ്ക്കുകയും ഇവർക്കെതിരെ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ഒപ്പം ചേരുന്നു. പ്രശാന്ത്, ഈ ആര്യനാട് പഞ്ചായത്ത് അംഗമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ CPM ഇവർക്കെതിരെ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു, അധിക്ഷേപം തുടരെ നടത്തി. അതിൽ മനംനൊന്താണല്ലോ ആത്മഹത്യ. ഈ നാട്ടുകാർ, ബന്ധുക്കൾ ഇവരൊക്കെ എന്താണ് പറയുന്നത്? യെസ്, തിരുവനന്തപുരം കാട്ടാക്കടയിൽ CPM അധിക്ഷേപത്തിൽ മനം നൊന്ത് ജീവനൊടുക്കിയ പഞ്ചായത്ത് അംഗം ശ്രീജയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശ്രീജയ്ക്കെതിരെ CPM രാഷ്ട്രീയ സമരം സംഘടിപ്പിച്ചിരുന്നു, പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചിരുന്നു, കൊള്ളക്കാരി എന്ന് ഫ്ലെക്സ് ബോർഡ് വച്ചിരുന്നു. ഇതിലൊക്കെ മനം നൊന്താണ് ശ്രീജയുടെ ആത്മഹത്യ എന്നാണ് ആരോപണം ഉയരുന്നത്. ഏതായാലും ഒരു ജീവൻ ഇല്ലാതാക്കുന്നു അധിക്ഷേപത്തിൽ മനംനൊന്ത്. പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുന്നു. പ്രശാന്ത്, ഈ ബന്ധുക്കൾ എന്താണ് പറയുന്നത്? കൃഷ്ണരാജ്, ആര്യനാട് ഗ്രാമപഞ്ചായത്തിലെ കോട്ടയ്ക്കകം വാർഡിലെ ശ്രീജയാണ് ആസിഡ് കഴിച്ച് ആത്മഹത്യ ചെയ്തത്. ബന്ധുക്കൾ ഇപ്പോൾ പഞ്ചായത്ത് ആര്യനാട് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ രംഗത്ത് വരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ശ്രീജയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചൊരു ഫ്ലെക്സ് ബോർഡാണ്. ഫ്ലെക്സ് ബോർഡിന് തൊട്ട് സമീപത്ത് തന്നെയാണ് ശ്രീജയ്ക്കെതിരെയുള്ള അധിക്ഷേപങ്ങൾ. അതൊരു യക്ഷിയുടെ ചിത്രം വരച്ച് അതിൽ നോട്ടുകെട്ടുകളും ഇങ്ങനെ വാരി വിതറിക്കൊണ്ട് അവിടെ കോട്ടയ്ക്കകം വാർഡ് മെമ്പറെ കാണാനില്ല എന്നടക്കമുള്ള ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് മെമ്പർ എന്ന ലേബലിൽ വാർഡിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ലക്ഷ്യങ്ങൾ തട്ടിയെടുത്ത് മുങ്ങി എന്നടക്കമുള്ള CPM കോട്ടയ്ക്കകം ബ്രാഞ്ചിൻ്റെ പേരിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെച്ച് വാർഡിലെ പദ്ധതി നിർവഹണത്തിൽ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക, കളങ്കിതയായ മെമ്പറെ പുറത്താക്കുക, അടിയന്തര നടപടികൾ അധികാരികൾ സ്വീകരിച്ച് പണം നഷ്ടപ്പെട്ടവർക്ക് തിരികെ നൽകുവാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് ഒരു ഫ്ലെക്സ് ബോർഡ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. CPMൻ്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നതിന് പിന്നാലെയാണ് ഈ ശ്രീജയ്ക്ക് മനോവിഷമം ഉണ്ടാവുകയും ആത്മഹത്യ ശ്രമിക്കേണ്ട നിലയിലേക്ക് എത്തിച്ചേർന്നതെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. അതോടൊപ്പം തന്നെ ശ്രീജയുടെ ഭർത്താവും പറയുന്നത് തന്നെയാണ്. CPMൻ്റെ ഈ പഞ്ചായത്തിലെ ആര്യനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകി. കാരണം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ഇതിന് ഉത്തരവാദികളാണ്. മനോവിഷമം ഉണ്ടാക്കുന്ന തരത്തിൽ ശ്രീജയോട് പെരുമാറിയെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ ബന്ധുക്കൾ പറയുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആത്മഹത്യയിലേക്ക് ചെന്നെത്തിയത്. അതായത് ശ്രീജയുടെ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് ചില അടുത്ത ബന്ധുക്കളിൽ നിന്നും മറ്റുമായി പണം കൈപ്പറ്റിയിരുന്നു. അതിന് പലിശ അടയ്ക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു, മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയൊക്കെ ചെയ്തു. തുടർന്ന് നിരവധി തവണ ബന്ധുക്കൾ ആവശ്യപ്പെട്ടു എന്ന് പറയുന്നു. അതുകൊണ്ടും പൈസ കൊടുക്കാത്തൊരു അവസ്ഥയെത്തിയിരുന്നു. എന്നാൽ ഇത് മുതലാക്കിക്കൊണ്ട് തന്നെ CPM ഇടപെട്ടുകയും പഞ്ചായത്ത് അധികൃതർ അടക്കം ഇടപെട്ടുകൊണ്ട് വലിയ സമരം സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചു. കള്ളി എന്ന തരത്തിൽ മുദ്ര കുത്തുന്ന തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകളും നോട്ടീസ്, പോസ്റ്റർ അടക്കമുള്ളവ ഈ പഞ്ചായത്തിലുടനീളം ഒട്ടിക്കുന്ന ഒരു നിലയിലേക്ക് എത്തി. ഇതിലെല്ലാം മനംനൊന്നുകൊണ്ടാണ് ശ്രീജ ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാണ് ഇപ്പോൾ ബന്ധുക്കളടക്കം പറയുന്നത്. നേരത്തെയും, അതായത് 2 ആഴ്ചയ്ക്ക് മുമ്പും ശ്രീജ സമാനമായ രീതിയിൽ ശ്രീജയ്ക്ക് മാനസിക വിഷമം ഉണ്ടാകുകയും ആത്മഹത്യ ശ്രമിക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം വീണ്ടും തിരിച്ചെത്തിയതിന് പിന്നാലെ വീണ്ടും ഇത്തരത്തിലുള്ള സമീപനമുണ്ട്. അതാണ് ഇവിടെ ഒരു പോസ്റ്റ് ഒട്ടിച്ചു, നാട്ടുകാരെ പറ്റിച്ച് സാമ്പത്തിക കൊള്ള നടത്തി എന്നടക്കമുള്ള വാർഡ് മെമ്പർ എന്നടക്കമുള്ള പറഞ്ഞുകൊണ്ട് ഈ സമാനമായ രീതിയിലുള്ള പോസ്റ്റർ അടക്കമാണ് പഞ്ചായത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഒട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. തുടർന്നാണ് ശ്രീജ സമ്മർദ്ദത്തിലാവുകയും ആത്മഹത്യ എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിനെ അടക്കം പേരുകൾ പറഞ്ഞുകൊണ്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പഞ്ചായത്ത് പ്രസിഡന്റിനെ അടക്കം CPM നേതാക്കളുടെ എല്ലാം പേരുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. അങ്ങനെ ഈ പഞ്ചായത്തിൻ്റെയും അതോടൊപ്പം
തന്നെ CPM നേതാക്കളുടെയും എല്ലാം ഇടപെടലാണ് ഇത്തരത്തിൽ ശ്രീജയുടെ മരണത്തിലേക്ക് എത്തിയതിന് കാരണമെന്ന് തന്നെയാണ് കുടുംബവും ആരോപിക്കുന്നത്. അല്പസമയം മുമ്പ് ആര്യനാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നിന്നും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. പൂർത്തിയാക്കിയ ശേഷം ശ്രീജയുടെ ഭൗതിക ശരീരം മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ നടക്കും. നാളെയാണ് ശവസംസ്കാരം നടക്കുക. മറ്റ് അന്ത്യക്രിയകളടക്കം നടക്കുന്നത് നാളെയാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ഇത്തരത്തിലൊരു മരണം സംഭവിക്കുന്നതിന് ഉത്തരവാദി ഈ പഞ്ചായത്ത് ഭരണസമിതിയും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റും സ്ഥലത്തെ CPM നേതാക്കളുമാണ് എന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസും ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നത്. അതായത് തികച്ചും വ്യക്തിപരമായ രീതിയിൽ പണം കൈപ്പറ്റുകയും ആ വ്യക്തിപരമായ രീതിയിൽ പണം കൈപ്പറ്റിയത് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിന് രാഷ്ട്രീയപരമായിട്ട് ആരോപണം ഉന്നയിക്കും. ആ രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രീയ ആരോപണത്തിൻ്റെ പേരിൽ വലിയ രീതിയിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ പോസ്റ്ററുകളും ഇത്തരത്തിൽ കുറുവാ സംഘം എന്ന കോട്ടയ്ക്കകത്തെ കുറുവാ സംഘം എന്നതടക്കമുള്ള പരാമർശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുകയും ശ്രീജയ്ക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ അപമാനപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള സമീപനങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ശ്രീജ ആത്മഹത്യ ചെയ്യുന്ന നിലയിലേക്ക് എത്തുന്നതെന്നാണ് കുടുംബവും കോൺഗ്രസും ആരോപിക്കുന്നത്. എന്നാൽ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ആരോപണങ്ങളെല്ലാം തിരസ്കരിക്കുന്നൊരു സമീപനമുണ്ടായി. അദ്ദേഹം പറഞ്ഞത് അത് അല്ല എന്നാണ് പറഞ്ഞത്. കാരണം ഈ പഞ്ചായത്തിൽ നിരവധി പേർ പരാതി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് ഇത്തരം ഈ ശ്രീജയുമായി ബന്ധപ്പെട്ട ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ചെന്നെത്തിയത്. ഇപ്പോൾ പഞ്ചായത്തും ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ ഒരു അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റും പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത്തരം സാഹചര്യത്തിൽ ഒരു പരാതി നൽകാൻ, അതായത് ഈ ശ്രീജയുടെ സാമ്പത്തിക ആരോപണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു പരാതി നൽകുവാൻ പഞ്ചായത്ത് ഒരുങ്ങുന്നു എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അല്പസമയം മുമ്പ് പറയുന്നത്. മാത്രമല്ല ഈ മൈക്രോ ഫിനാൻസ് സംബന്ധമായിട്ടുള്ള ചില സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ശ്രീജ പണം ചെലവഴിക്കിയത് എന്നടക്കമുള്ള കാര്യങ്ങളും ഉയർന്നു വരുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ കൂടി അന്വേഷിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അല്പസമയം മുമ്പ് നമ്മളോട് പറയുകയും ചെയ്താൽ, എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെങ്കിൽ പോലും ഇത്തരത്തിൽ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട്, അതായത് മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, ശ്രീജയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ കോട്ടയ്ക്കകം വാർഡ് എന്ന് പറയുന്നത് CPMൻ്റെ കുത്തക വാർഡായിരുന്നു. എന്നാൽ ആ വാർഡിൽ ഒരു മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് കഴിഞ്ഞ തവണ ശ്രീജ ജയിച്ചു വരുന്നത്. ഈ കാലയളവിൽ ശ്രീജയുടെ പ്രവർത്തനത്തിലൊന്നും കുറ്റം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പറഞ്ഞതുമില്ല. കാരണം ശ്രീജയുടെ മറ്റു സാമ്പത്തിക ക്രമക്കേടുകളോ സാമ്പത്തിക ആരോപണങ്ങളോ ഒന്നും ഉന്നയിക്കാൻ, അല്ലെങ്കിൽ അത്തരം സാമ്പത്തിക ആരോപണങ്ങളൊന്നും പഞ്ചായത്ത് പ്രസിഡന്റും ഉന്നയിക്കുന്നില്ല. ശ്രീജയുടെ പ്രവർത്തനങ്ങളൊക്കെ മികച്ചതാണെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ പോലും തികച്ചും വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം കടം വാങ്ങുമ്പോൾ അത് തിരിച്ചു കൊടുക്കാതെ സാഹചര്യങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടോ സാമ്പത്തിക പ്രതിസന്ധി അടക്കം അനുഭവിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ ഇത്തരം രീതിയിൽ പോസ്റ്ററുകൾ പഠിപ്പിച്ചുകൊണ്ട് ഒരു സ്ത്രീയെ, ആ സ്ത്രീ എന്ന പരിഗണന പോലും ഇല്ലാതെ യക്ഷി എന്ന രീതിയിൽ അവരുടെ പ്രതീകാത്മക ചിത്രങ്ങൾ സ്ഥാപിക്കുക, നോട്ടുകെട്ടുകൾ സ്ഥാപിക്കുക. CPM അധിക്ഷേപത്തിൽ മനംനൊന്ത് ജീവനൊടുക്കിയ പഞ്ചായത്ത് അംഗം ശ്രീജയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. CPMനെതിരെ വലിയ ആരോപണമാണ് അവിടെ ഉയരുന്നത്. CPM ആണ് അധിക്ഷേപിച്ച് മോശം പരാമർശങ്ങൾ നടത്തി ഫ്ലെക്സ് ബോർഡുകൾ വെച്ച് അവരെ ആത്മഹത്യാ പ്രേരണ നടത്തിയത് എന്ന രീതിയിലാണ് പ്രതികരണം വരുന്നത്. ഏതായാലും CPM വലിയ പ്രതിരോധത്തിലാണ്. അങ്ങനെയൊന്നുമല്ല എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നുണ്ടെങ്കിലും അവിടെ വലിയ പ്രതിരോധത്തിലാണ് പാർട്ടി. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലം.